ഫസ്റ്റ് ഒന്ന് വന്തി ഞാൻ 2001 ദുബൈയിൽ വന്നു. 2001 അപ്പൊ ഇപ്പൊ 26 വർഷം മൊത്തമാ. സ്മെല്ലും കുറച്ച് ഈച്ചകളും ഉണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നു. നാട്ടിൽ ഞാൻ ട്രിവാൻഡ്രം. ஃபர்ஸ்ட் சீரிஸ் என்ன வீடியோ பாத்தீங்கன்னா டாக்ஸி டிரைவர் பத்தி தான் வந்து அந்த டாக்ஸி டிரைவர் பத்தி அந்த கதையை கேட்டு எனக்கு அது ரொம்ப பிடிச்சு போச்சு. சரி கண்டிப்பா உங்களுக்கு வந்து ஷேர் பண்ணலாம்னு அந்த வீடியோ எடுக்கிறேன். உங்க பேர் என்ன? சுனில். சுனில், துபாய் பத்தி என்ன நினைக்கிறேன்? இது 26 வருஷம் இருந்திருக்கு துபாயில வந்துட்டு. நிறைய பேர் பார்த்தா துபாய் வந்துட்டு கஷ்டமா இருக்கலாம் அப்படிலாம் சொல்லிட்டு இருக்கா. நீங்க என்ன சொல்றீங்க இதை பத்தி? അല്ല, ദുബായ് വന്ന് കഷ്ടമെന്ന് പറയാൻ പറ്റില്ല. ഇത് ഒരു 80% ആൾക്കാർക്കും ദുബായ് വന്ന് മെച്ചമാണ്, നല്ലതാണ്. ഒരു 20% ആൾക്കാർക്ക് മാത്രം ജോബ് ശരിയാവില്ല, അങ്ങനെ സെറ്റ് ആവാതെ ആൾക്കാരുള്ളൂ. 80% ആൾക്കാരും ദുബായ് വന്ന് നല്ലതായി പോയിട്ടുള്ളവരാണ്. ഉங்க ലൈഫിൽ வந்து துபாய் வந்திருப்பீல, ஸ்டார்டிங் வந்திருப்பீல, என்ன கஷ்டப்பட்டீங்க? ഞാൻ ദുബായ് വന്നിട്ട് ലൈസൻസ് എടുക്കുന്ന ഒരു 6 മാസക്കാലത്ത് പുറത്ത് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ പണിക്ക് പോകുമ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ഞാൻ ഒരു ഫാക്ടറിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഫാക്ടറിയിലെ നമ്മൾ ചെയ്യുന്ന സാധനത്തിന്റെ വേസ്റ്റ് കൊണ്ട് ഇടുന്ന സ്ഥലത്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളായിരുന്നു. അത് ആ വേസ്റ്റ് കൊണ്ട് ഇടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ ഈ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്യുന്ന സ്ഥലമാവുകൊണ്ട് അവിടെ ഒരു സ്മെല്ലും കുറച്ച് ഈച്ചകളും ഉണ്ട്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ പണി സംബന്ധമായിട്ട് എനിക്ക് അതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ ലൈസൻസ് കിട്ടിയതിന് ശേഷം പിന്നെ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് മാറി. അതിൽ നിന്ന് ഫുള്ള് സെറ്റായി നല്ല രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ക്യാമറ ഫൈൻ വരും, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ലതായി പോകുന്നു. ദുബായ് സെറ്റിലാണ് പ്ലാൻ എടുക്കാൻ? ഇല്ല, ദുബായ് സെറ്റ് ആവാനുള്ള പ്ലാൻ ഇല്ല. എനിക്ക് പണി ചെയ്യാൻ പറ്റുന്നിടത്തോളം ഇവിടെ നിന്ന് പണി ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലേക്ക് പോകുന്നതാണ് ഇഷ്ടം. നമ്മളെ നാട് എപ്പോഴായാലും നമ്മളെ നാട് തന്നെയാണ്. ആ ഒരു സുഖം നമുക്ക് ഏത് രാജ്യത്ത് ചെന്നാലും ഉണ്ടാവില്ല. അത് നമുക്ക് സെക്കൻഡ് രാജ്യം തന്നെയാണ്. അത് എന്തൊക്കെ കിട്ടിയാലും നമ്മളെ നാട്ടിലേക്ക് പോയി നമ്മളെ നാട്ടിൽ നിൽക്കുന്നതാണ് നല്ലത്. നമ്മളെ നാടാണ് മെയിൻ. ഈ നാട്ടിൽ നാട്ടിൽ ഞാൻ തിരുവനന്തപുരം, കേരള സൈഡ്. കേരളത്തിലാണ്, തിരുവനന്തപുരത്താണ്. ஓகே. ஸ்டோரி வந்து எப்படி இருந்துச்சு மறக்காம சொல்லுங்க. எனக்கு ரொம்ப பிடிச்சிருந்துச்சு, ஷேர் பண்ணேன். கமெண்ட் மறக்காம சொல்ல தெரிஞ்சுப்போம். ஓகே, நெக்ஸ்ட் சீசன் பார்ப்போம்.